പ്രത്യേകമായ ഒരു ചടങ്ങ് ബാക്കിയുണ്ട്. ഇന്ന് 60 വർഷങ്ങൾ പിന്നിടുന്ന KHRA. 60 വർഷം എന്ന് പറയുന്നത് അത്ര ചുരുങ്ങിയ ഒരു സമയമല്ലല്ലേ. നീണ്ട എത്രയോ വർഷത്തെ പ്രയത്നത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഒക്കെ ഫലമായിട്ട് എത്രയോ നല്ല നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് KHRAക്ക് സാധിച്ചു. അതിൻ്റെ ആഘോഷം എന്നോണം, അതിൻ്റെ ഒരു നന്ദി സൂചകം എന്നോണം നമുക്കൊരു സ്റ്റാമ്പ് പ്രകാശനത്തിലേക്കാണ് നമ്മൾ ഇനിയും ഇവിടെ നമ്മൾ കടക്കാൻ പോകുന്നത്. KHRAയുടെ 60ാം വാർഷികം ഇവിടെ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഒരു ടോക്കണായിട്ട് നമ്മൾക്ക് എന്നും അഭിമാനത്തോടെ ഓർത്തു വെക്കാനുള്ള ഒരു നാഴികക്കല്ലായിട്ട് ഒരു സ്റ്റാമ്പ് പ്രകാശനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ, നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അത് പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. ശ്രീ അഹമ്മദ് ദേവർകോവിൽ MLA, മുൻ തുറമുഖ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തെ ഗംഭീരമായ ഒരു കയ്യടിയോടെ തന്നെ KHRA 60ാമത്തെ വാർഷികം ഇവിടെ ആഘോഷിക്കുമ്പോൾ വേദിയിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളും അദ്ദേഹത്തിനോടൊപ്പം ചേർന്നിട്ട് ഓൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ പ്രൗഢിയോടെ ഇവിടെ 60ാമത്തെ വയസ്സിൽ തലയെടുപ്പോടെ എന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്നും ബഹുമാനിക്കാവുന്ന ഒരു സ്റ്റാമ്പ് ഇതാ നിങ്ങൾക്ക് മുന്നിൽ പ്രകാശനം ചെയ്യുമ്പോൾ നമുക്കെല്ലാവർക്കും ചേർന്നിട്ട് പ്രാർത്ഥനകളോടെ, ആശംസകളോടെ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇത് പ്രകാശനം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് ഗംഭീരമായൊരു കൈഡിയോടെ ഇതാ 60ാം സംസ്ഥാന സമ്മേളനം അതിൻ്റെ ഒരു സ്റ്റാമ്പ് പ്രകാശനം ഇവിടെ നിർവഹിക്കുമ്പോൾ KHRAയുടെ ഇനി മുമ്പോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കൊപ്പം KHRAയുടെ കൂടെ എന്നും ഒറ്റക്കെട്ടായിട്ട് കൂടെ നിൽക്കുന്ന നിങ്ങൾ ഓരോ മെമ്പേഴ്സിനൊപ്പം നിങ്ങൾ എല്ലാവരും നയിക്കുന്ന സ്ഥാപനങ്ങൾക്കൊപ്പം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ ഭംഗിയുള്ള ഒരു സ്റ്റാമ്പ് നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. KHRAയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ശ്രീ അഹമ്മദ് ദേവർകോവിൽ MLA ഈ ഒരു സ്റ്റാമ്പ് പ്രകാശനം ഇവിടെ നിർവഹിച്ചതിൽ താങ്ക് യു സോ മച്ച്. പ്രിയങ്കരനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ KHRAയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജയപാൽ, സ്വാഗത ഭാഷണം നടത്തിയ ജനറൽ സെക്രട്ടറി നമ്മുടെ സീനിയർ ലീഡർ KP ബാലകൃഷ്ണ പൊതുവാൾ, ഉദ്ഘാടനം നിർവഹിച്ച് ഇവിടെ നിന്ന് പോയിട്ടുള്ള റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, ഇവിടെ ആശംസകൾ അർപ്പിച്ചിട്ടുള്ള നമ്മുടെ പൈരസൻസിൻ്റെ MD ശ്രീ മുഹമ്മദ് അലി, ആബാദ് ഫുഡ്സിൻ്റെ TP മധു, സംസ്ഥാന ഉപദേശക സമിതി ചെയർമാനും മുൻ പ്രസിഡൻറ്റുമായ ശ്രീ മൊയ്തീൻകുട്ടി ഹാജി, വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ C ബുജലാൽ, വർക്കിംഗ് പ്രസിഡന്റ് പ്രസാദ് ആനന്ദഭവൻ, മുഹമ്മദ് ഷെരീഫ് തുടങ്ങി സ്റ്റേജിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയങ്കരായ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പ്രവർത്തകർ, വളരെ സന്തോഷകരമായൊരു ചടങ്ങിൽ നാം സംബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 60ാം വാർഷിക സമ്മേളനത്തിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതൊരു സംഘടനയെ സംബന്ധിച്ചിടത്തോളവും 60 വർഷം പിന്നിടുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇടം പിടിക്കുക എന്നത് തന്നെയാണ്. ഹോട്ടൽ മേഖല അനുഭവിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളെക്കുറിച്ച് 2 ദിവസമായി ഇവിടെ നടന്നു വരുന്ന സമ്മേളനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതിഭകളുമൊക്കെ എത്തിച്ചേർന്നിട്ടുള്ള ഒരു വലിയ സദസ്സ് തന്നെയാണ് 2 ദിവസമായി ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാളെ സമാപന സമ്മേളനത്തിലും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരടക്കമുള്ള പ്രമുഖന്മാർ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളർച്ചയുടെ പടവുകളിൽ ഏറ്റവും രേഖപ്പെടുത്താൻ പറ്റിയ ഒരു സമ്മേളനമായി തന്നെ സമ്മേളനം മാറി എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഇനി ദീർഘമായൊരു സംസാരം നടത്തുന്നതിന് പ്രസക്തിയില്ല എന്ന വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. സംഘടനയുടെ ശക്തിയെക്കുറിച്ചും സംഘടനയുടെ പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ അധ്യക്ഷനും സ്വാഗത ഭാഷകനുമൊക്കെ നന്നായി തന്നെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് പ്രതിനിധി എന്ന നിലയ്ക്ക് മന്ത്രി തന്നെ പങ്കെടുക്കുകയും അതിനൊക്കെ മറുപടി പറയുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും സംഘടനയുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയവും ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിനിധി കൂടിയായി നിങ്ങൾ അഭിമുഖീകരിക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്ത് എന്ന നിലക്ക്
അവതരിപ്പിക്കാൻ ഞാനെപ്പോഴും ശ്രമിക്കാറുണ്ട്. നിങ്ങളോടൊപ്പം എന്നും ഞാൻ ഉണ്ടാകും എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ ഒരു ഹോട്ടൽ ഉടമ എന്ന നിലക്ക് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വകുപ്പിൻ്റെ ഒരു മന്ത്രി എന്ന നിലക്ക് നിങ്ങളോടൊപ്പം നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ MLA എന്ന നിലക്ക് നിങ്ങളോടൊപ്പമുണ്ട്. നാളെയും ഏതായാലും സംഘടനയോടൊപ്പം തന്നെ നിൽക്കേണ്ട ഒരാളെന്ന നിലക്ക് ഒരു കുടുംബ സന്ദർശനമായി മാത്രമേ ഇത്തരം പരിപാടികൾ എനിക്ക് അനുഭവപ്പെടാറുള്ളൂ. ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണല്ലോ നമ്മുടെ കൊച്ചു കേരളം. ഒരു വർഷവും 2 വർഷവും കൂടുമ്പോഴൊക്കെയാണ് ആളുകൾ കുടുംബങ്ങളെ കാണാൻ നാട്ടിലെത്താറുള്ളത്. ഏതായാലും വർഷത്തിലൊരിക്കലെങ്കിലും കുടുംബത്തെ നേരിൽ കാണാനുള്ള അവസരമായി ഈ സമ്മേളനങ്ങൾ മാറുന്നു എന്നത് എന്നെ സംബന്ധിച്ചോളം ഏറെ സന്തോഷകരമാണ്. സ്വാഭാവികമായും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ പൊതുവായ വിഷയങ്ങളിൽ, സാമൂഹ്യ വിഷയങ്ങളിലൊക്കെയും തന്നെ ഒരു സംഘടന എന്ന നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തം എക്കാലത്തും നിർവഹിക്കാൻ നാം ശ്രമിച്ചു പോന്നിട്ടുണ്ട്. പക്ഷേ മറ്റേതൊരു സംഘടനകളും അഭിമുഖീകരിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും പരാതികളും നമുക്കുമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനെ വിലയിരുത്തുകയും ഉന്നത സ്ഥാനങ്ങളിൽ അതിനെ എത്തിക്കുകയും പരിഹാരം കാണുകയും ചെയ്യുക എന്നത് തന്നെയാണ് സംഘടനയുടെ ഉത്തരവാദിത്തം എന്ന് നമുക്കറിയാം. അത് നന്നായി തന്നെ എത്തിക്കേണ്ട ഇടങ്ങളിൽ എത്തിക്കാൻ നമ്മുടെ സംഘടനയ്ക്ക് എക്കാലവും സാധിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നാം അഭിമുഖീകരിക്കുന്ന ഗുരുതരമായൊരു പ്രശ്നം റെസ്റ്റോറൻറ്റുകാർ പ്രധാനമായും അഭിമുഖീകരിക്കുന്നത് പഴയ കാലങ്ങളിലുള്ള ചെറിയ ഹോട്ടലുകൾക്കൊക്കെ മാലിന്യ സംസ്കരണം സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിനാവശ്യമായ സ്പേസുകൾ അവർക്ക് ലഭ്യമല്ല എന്നതാണ് അതിനുള്ള പ്രധാനമായ കാരണം. സ്വാഭാവികമായും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും ഹോട്ടൽ അസോസിയേഷനും ചേർന്നുകൊണ്ട് ഒരു പരിഹാരം കാണുക മാത്രമേ അതിന് കരണീയമായിട്ടുള്ളൂ. മാലിന്യം നിക്ഷേപിക്കുമ്പോൾ സ്വാഭാവികമായും ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രദേശത്തേക്ക് അത് ഒരിക്കലും കടത്തിക്കൊണ്ടുവരരുത് എന്നാണ്. അതിനെതിരായ പ്രക്ഷോഭം പലയിടങ്ങളിലും ഉയർന്നു വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ മറ്റെല്ലാ രാഷ്ട്രങ്ങളിലും എങ്ങനെയൊക്കെയാണോ ഈ മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നതിനെക്കുറിച്ചുള്ള പഠനം ഗവൺമെൻറ് സജീവമായി തന്നെ പഠിച്ചു വരികയാണ്. ആ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു സർക്കാർ എന്ന നിലയ്ക്ക് സർക്കാരിന് സാധിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം തന്നെ ലോക ടൂറിസം ഭൂപടത്തിൽ വളരെ നന്നായി ശ്രദ്ധിക്കപ്പെടുന്നൊരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയിട്ടുണ്ട്. ലോകത്തെ കുറേയേറെ രാഷ്ട്രങ്ങളുടെ പേരുകൾ എണ്ണിയപ്പോൾ അതിൽ എണ്ണപ്പെട്ട സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം. പക്ഷേ ടൂറിസം രംഗത്ത് നമുക്കുള്ള പരാജയത്തിൽ ഒന്ന്, നാം വേണ്ടതുപോലെ മാലിന്യ സംസ്കരണം നടത്തുന്നില്ല എന്നത് തന്നെയാണ്. ഇവിടെ വന്നു പോകുന്ന ടൂറിസ്റ്റുകൾ നമ്മുടെ ഹോട്ടലുകളിലെ നല്ല രുചി വൈവിധ്യങ്ങളെക്കുറിച്ച് പുസ്തകം എഴുതാറുണ്ട്. അതുപോലെ നല്ല ഹോട്ടലുകളെക്കുറിച്ച് അവർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. പക്ഷെ ചിലർ എഴുതി വെക്കുന്നത് നമ്മുടെ ബീച്ചിലും അതുപോലെ ബന്ധപ്പെടുന്ന റോഡുകളിലുമൊക്കെയുള്ള ഈ മാലിന്യങ്ങൾ വളരെ മോശമായ ഒരവസ്ഥയുണ്ട് എന്നവർ എഴുതി വെക്കുന്നത് നമുക്ക് മാനക്കേടാണ്. അതുകൊണ്ട് തന്നെ ആ മാലിന്യ നിർമ്മാർജ്ജനത്തിന് നാം ഒത്തൊരുമിച്ച് കൊണ്ട് തന്നെ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നിയമങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റുകൾക്കാണ്. സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കാലികമായി പുതിയ പുതിയ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ആ നിയമങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് ചിലപ്പോഴത് ദോഷകരമായി ബാധിക്കും. പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭൂരിപക്ഷം ആളുകൾക്ക് അതെങ്ങനെ ഗുണകരമാകും എന്നത് മാത്രമാണ് ഗവൺമെൻറ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാം ഉത്തരവാദിത്തമാണ് എന്ന രീതിയിൽ നിയമങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ നാം ഓരോരുത്തരും മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ആയുസിൻ്റെ കാര്യത്തിൽ കേരളം വളരെ മുമ്പിലാണിന്ന്. ലോകത്തെ ആരോഗ്യ രംഗമെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനത്തിലൊന്നായി മാറാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ആയുർദൈർഘ്യം വളരെ കൂടിയിരിക്കുന്നു. പഴയ കാലത്ത് 60 വയസ്സ് കഴിഞ്ഞവരൊക്കെ നമുക്ക് പ്രായം ചെന്നവരെന്ന് പറയാമായിരുന്നുവെങ്കിൽ ഇന്ന് 80 വയസ്സ് കഴിഞ്ഞാലും പ്രായമായി എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അത് നമ്മൾ മുടി കറുപ്പിക്കുന്നതുകൊണ്ട് മാത്രമല്ല, മൊത്തത്തിൽ ആരോഗ്യ രംഗത്ത് വന്നിട്ടുള്ള വലിയ മാറ്റമാണ്. അവിടെയാണ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ, നേരത്തെ നമ്മുടെ പാരിസൺസിൻ്റെ MD ഇവിടെ പറഞ്ഞതുപോലെ 25% ആളുകൾക്ക് ആവശ്യമായ രീതിയിലുള്ള ഭക്ഷണം ലഭ്യമല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകന്മാർ മിക്കവാറും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് സമയം ഉണ്ടാവില്ല.
കാരണം ഒരു പ്രോഗ്രാമിന് ചിലപ്പോൾ ക്ഷണിക്കുന്നത് രാവിലെ 7 മണിക്കായിരിക്കും, നോ പറയാൻ കഴിയില്ല. അടുത്ത പ്രോഗ്രാം 10 മണിക്കായിരിക്കും, മറ്റൊരാൾ പ്രോഗ്രാമിന് രാത്രി 10 മണിക്കായിരിക്കും ക്ഷണിക്കുക. അവസാനിക്കുമ്പോൾ നിങ്ങൾ വന്നായി, കാരണം അവാർഡാണ് കൊടുക്കേണ്ടത് എന്ന് പറയും. ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ 3 നേരം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യമാണ് പൊതുപ്രവർത്തകന്മാർക്ക് ഉണ്ടാകുക. അപ്പോൾ സ്വാഭാവികമായും നല്ല ഭക്ഷണം ലഭിക്കുന്ന ഹോട്ടലുകൾ തെരഞ്ഞു പോകാൻ നിർബന്ധമാകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ആ വിശ്വാസ്യതയെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വന്നാൽ കൂടുതൽ ആളുകൾ ഹോട്ടലുകൾ ആശ്രയിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ എനിക്കൊരു വാർത്ത കാണാൻ സാധിച്ചു. കോഴിക്കോട് ജില്ലയിലെ ചില ഹോട്ടലുകൾ നടത്തിയ പരിശോധനയിൽ ബിരിയാണികളിലും മറ്റും ചില പ്രത്യേക കളറുകൾ ചേർക്കുന്നതായി ബോധ്യപ്പെട്ടു എന്ന രീതിയിലുള്ളൊരു വാർത്തയാണ്. വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണത്. കാരണം ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന പട്ടണങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്. സ്വാഭാവികമായും ആളുകൾ ബിരിയാണി കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പട്ടണങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് എന്ന് എനിക്കറിയാം. പക്ഷെ അവിടെ അതുപോലൊരു വാർത്ത വരുന്നത് ഒരിക്കലും ഇതിന് ആശ്വാസ്യമല്ല. കാരണം ആളുകൾക്ക് ബിസിനസ്സിൽ കുറവ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഹോട്ടലുകൾ ആശ്രയിക്കുന്നതിൽ വിഘാതമായത് മാറും. അതുകൊണ്ട് നാം ഉറച്ച ഒരു തീരുമാനമെടുക്കണം. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒരു തരം ചേരുവകളും ഭക്ഷണത്തിൽ ചേർക്കുകയില്ല എന്ന ഉഗ്രമായൊരു പ്രതിജ്ഞയാണ് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നാം എടുക്കേണ്ടതായിട്ടുള്ളത്. വിശ്വസിക്കാൻ കഴിയുന്ന നല്ല ഭക്ഷണമാണ് നാം കൊടുക്കുന്നത് എന്ന് സമൂഹത്തിന് ബോധ്യമായി കഴിഞ്ഞാൽ ആളുകൾ കൂടുതലായി ഹോട്ടലുകളിലേക്ക് ആകർഷിക്കപ്പെടും. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ സ്ത്രീകൾ പഴയതുപോലെയല്ല, അവർ ജോലി ചെയ്യുന്നവരാണ്. വീട്ടിനകത്തല്ല, പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ പലരും പിറകോട്ട് പോയിട്ടുണ്ട്. എല്ലാവരും ഹോട്ടലുകൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഹോട്ടൽ ഭക്ഷണം കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു എന്ന ഒരു പഠനം വന്നു കഴിഞ്ഞാൽ അത് ഹോട്ടൽ മേഖലയെ മൊത്തത്തിൽ ബാധിക്കും. അതുകൊണ്ട് സുരക്ഷിതമായ ഭക്ഷണം കൊടുക്കും എന്ന ഉറപ്പ് നൽകാൻ നമുക്ക് സാധിക്കണം. അതിന് സംഘടന KHRA ഒരു തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എനിക്ക് അക്കാര്യത്തിൽ സൂചിപ്പിക്കാറുള്ളത്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ടൂറിസം രംഗത്ത് നാം നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ആവശ്യമായ രീതിയിൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ ഇടങ്ങളില്ല എന്നതാണ്. ഏറ്റവും കൂടുതൽ 5 നക്ഷത്ര ഹോട്ടലുകളുടെ സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഗോവയിലും അതുപോലെ ബോംബെയിലുമൊക്കെയാണ് കൂടുതൽ ഹോട്ടലുകൾ എന്നാണ് മനസ്സിലാക്കിയെങ്കിൽ പുതിയ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ 5 നക്ഷത്ര ഹോട്ടലുകൾ കേരളത്തിലാണ് ഉള്ളത്. ഇനിയും ഒരുപാട് ഹോട്ടലുകൾ വരാൻ പോവാണ്. കാരണം ലോക ടൂറിസം ഭൂപടത്തിൽ കേരളം മുന്നേറുമ്പോൾ അതിനനുസൃതമായ ഇടങ്ങൾ നമുക്ക് കേരളത്തിൽ അവർക്ക് ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആ രംഗത്തേക്ക് ഒരു കുതിച്ചുചാട്ടം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ് അത് പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യമായ രീതിയിലുള്ള സാമ്പത്തിക സഹായം നൽകാൻ തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു, 50 കോടി രൂപ പുതുതായി ഹോട്ടൽ മേഖലയിലേക്ക് വരുന്നവർക്ക് കൊടുക്കാൻ ഉള്ള എല്ലാ സംവിധാനവും ഗവൺമെൻറ് ചെയ്തു കഴിഞ്ഞു എന്ന രീതിയിൽ. അതുപോലെ നമുക്ക് ഒരു വ്യവസായം തുടങ്ങാനുള്ള എല്ലാ നൂലാമാലകളും ഇന്ന് ഇല്ലാത്ത രീതിയിലാണ് പുതിയ സംവിധാനങ്ങൾ വന്നിട്ടുള്ളത്. ഏതൊരാൾക്കും ഏതൊരു ബിസിനസ്സും ആരംഭിക്കാൻ ലൈസൻസിൻ്റെ നൂലാമാലകളില്ലാത്ത പുതിയ സംവിധാനം കേരളത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പരമായി ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ് കേരളത്തിൽ ആരംഭിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് 3 ലക്ഷത്തിലധികം പുതിയ സംരംഭങ്ങളാണ്, പുതിൽ സ്റ്റാർട്ടപ്പുകളാണ് കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ ന്യൂ ജനറേഷൻ വലിയ രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ പഠനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇവിടെ കോളേജുകൾ സീറ്റുകളില്ലാത്തത് മാത്രമല്ല, വിദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ജോലിയോടൊപ്പം അവർക്ക് പഠനത്തോടൊപ്പം ജോലി ചെയ്യാനും കാശുകൾ ഉണ്ടാക്കാനും സാധിക്കുന്നു എന്നതാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പഠനത്തോടൊപ്പം ജോലി കൊടുക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, പഠിക്കുന്ന കുട്ടികൾക്ക് ആ കോളേജുകൾ ക്യാമ്പസുകളിൽ വെച്ച് തന്നെ നല്ല ഒരു ഉപഭോക്താവായി മാറാൻ അല്ലെങ്കിൽ നല്ല ഒരു ബിസിനസ് മാനായി മാറാൻ ബിസിനസ് രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളുകളുമായി ചേർന്നുകൊണ്ട് ഷെയർ ബിസിനസ്സുകൾ ആരംഭിക്കാനുള്ള സംവിധാനം കൂടി ഗവൺമെൻറ് ഏർപ്പെടുത്തുകയാണ്. അങ്ങനെ പുതിയ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ വളർന്നു വരുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറാൻ വേണ്ടി പോവുകയാണ്. ആ രംഗത്തൊക്കെ വലിയ സംഭാവനകൾ നൽകാൻ ഈ ഹോട്ടൽ മേഖലയ്ക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സമ്മേളനം അത്തരമുള്ള പുതിയ മുദ്രാവാക്യങ്ങളുമായി പുതിയ വെല്ലുവിളികളെ പ്രതിരോധിക്കാനുള്ള പ്രതിജ്ഞയുമായി ഇറങ്ങിത്തീരാൻ സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.